بسم الله الرحمن الرحيم. قال الإمام السعدي رحمه الله: الحديث الثاني والعشرون 22 حديث. عن أبي سعيد الخدري رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: الماء طهور لا ينجسه شيء. رواه أحمد والترمذي وأبو داود والنسائي. وقال الترمذي حديث حسن. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അൽ അൻസാരി അൽ ഖസ്റജി. അതേ പേരിൽ അറിയപ്പെടുന്ന വേറെ രണ്ട് സഹാബിമാരുണ്ട്. ആരൊക്കെയാണ്? സഅദ് ഇബ്നു അബി വഖാസ്, സഅദ് ഇബ്നു അബി വഖാസ്, സഅദ് ഇബ്നു മാലിക്. പിന്നെ വാലിദു സഹൽ ഇബ്നു സഅദ്, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പിതാവ്, അദ്ദേഹം സഅദ് ഇബ്നു മാലിക്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൽ മാഉ തഹൂറുൻ, വെള്ളം ശുദ്ധിയുള്ളതാണ്. ലാ യുനജ്ജിസുഹു ഷൈഉൻ, അതിനെ ഒന്നും തന്നെ അശുദ്ധിയാക്കുകയില്ല. ലാ യുനജ്ജിസുഹു ഷൈഉൻ. ഇപ്പൊ വെള്ളം അതിന്റെ അസ്ൽ എന്ന് പറയുന്നത് തഹൂറാണ്. هذا الحديث يدل على أصل جامع وهو أن الماء مراد به جميع المياه النابعة من الأرض والنازلة من السماء. ഇവിടെ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ഉറവകളിലൂടെയൊക്കെ പുറത്തു വരുന്ന വെള്ളം, അതുപോലെ തന്നെ അന്നാസില മിനസ്സമ, ആകാശത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്ന വെള്ളം, മഴവെള്ളം. ഇതാണ് ഇവിടെ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജമീഉൽ മിയാ അന്നാബിഅ മിനൽ അർദ് വന്നാസിലതു മിനസ്സമാ അൽ ബാഖി അലാ ഖിൽഖതിഹാ. അത് അതിന്റെ അതേ സ്വഭാവത്തിൽ അതേ വിശേഷണത്തിൽ തന്നെ നിലകൊള്ളും. അതായത് തഹൂറാണ് എന്നത് അടിസ്ഥാനത്തിൽ നിലകൊള്ളും. ഫൽഅസ്ലു ഫീഹാ അത്ത്വഹാറ, വെള്ളത്തിന്റെ അസ്ൽ എന്ന് പറയുന്നത് തഹാറത്താണ്. വലാ യുസ്തസ്ന മിൻ ഹാദൽ അസ്ലിൽ ജാമിഅ ഇല്ലാ ഇദാ തഗയ്യറൽ മാ ബിനജാസത്തിൻ وتغير أحد أوصاف فيصير الماء نجسا بذلك. ഈ അടിസ്ഥാനം അതിന് ഒരു തഗയ്യുർ സംഭവിക്കുക, മാറ്റം സംഭവിക്കുക. എങ്ങനെയാണ്? നജാസകൾ കൊണ്ട്, എന്തെങ്കിലും നജിസ് കൊണ്ട് മാറ്റം സംഭവിക്കുന്നത് വരേക്കും അതിന്റെ അസ്ൽ എന്ന് പറയുന്നത് വെള്ളം ശുദ്ധമാണ്. വെള്ളത്തിന്റെ ഏതെങ്കിലും ഒരു വസ്ഫിന് മാറ്റം സംഭവിക്കാം, അതായത് മണം, രുചി, നിറം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന് നജിസ് കൊണ്ട് മാറ്റം സംഭവിക്കുന്നത് വരേക്കും ആ വെള്ളം എന്താണ്? തഹൂറാണ്. അൽമാഉ തഹൂർ, അതിന്റെ അസ്ലിൽ തന്നെ നിലകൊള്ളും. ഫമാ ലം യതഗയ്യർ ബിനജാസത്തിൻ സയബ്ഖ അലാ അസ്ലിഹി അല്ലദീ ഹുവ തഹാറ. അപ്പോൾ നജിസ് കൊണ്ട് മാറ്റം സംഭവിക്കാത്ത എല്ലാ വെള്ളവും അതിന്റെ ത്വഹാറത്തിലായിക്കൊണ്ട് നിലകൊള്ളും. വഫിൽ ഹദീസ് ദലീലുൻ അലാ അന്നൽ മാഅ ഇമ്മാ അൻ യകൂന താഹിറൻ വഇമ്മാ അൻ യകൂന നജിസൻ. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം, വെള്ളം എന്നുള്ളത് ഒന്നുകിൽ താഹിറാണ് അല്ലെങ്കിൽ നജിസാണ്. വെള്ളം ഒന്നുകിൽ താഹിറായ അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ നജിസായ അവസ്ഥയിലായിരിക്കും. വലൈസ ഹുനാക ഖിസ്മുൻ സാലിസ് വലാ വാസിത ബൈനഹുമാ അല സഹീഹ്. ഏറ്റവും സഹീഹായ അഭിപ്രായ പ്രകാരം ഈ രണ്ട്
ഇനത്തിനുമിടയിൽ, അതായത് ത്വാഹിർ, നജിസ്, ഇതിന് രണ്ടിനും ഇടയിലായിക്കൊണ്ട് വേറൊരു വിഭാഗം വെള്ളമില്ല. ഒന്നുകിൽ ത്വാഹിറാണ് അല്ലെങ്കിൽ നജിസാണ്. അതാണ് ഏറ്റവും സഹീഹായ അഭിപ്രായം. ഫഇമ്മാ അൻ യകൂന ത്വാഹിറൻ വഇമ്മാ അൻ യകൂന നജിസൻ. തയ്യിബ്. ഇദാ ശക്കൽ ഇൻസാൻ ഫിൽ മാ, വെള്ളത്തെ സംബന്ധിച്ച് ഒരാൾക്ക് സംശയം തോന്നി. ഹൽ ഹുവ നജിസ് ഹൽ ഹുവ ത്വാഹിർ, ആ വെള്ളം നജിസാണോ വെള്ളം ത്വാഹിറാണോ എന്ന കാര്യത്തിൽ ഒരാൾക്ക് സംശയം വന്നു. ലം യതയഖൻ വലൈസ ഇൻദഹു യഖീൻ, അപ്പോൾ രണ്ടിലും ആൾക്കെന്തില്ല, യഖീനില്ല. അതായത് നജിസാണെന്ന് ഉറപ്പില്ല, അതേപോലെ ത്വാഹിറാണെന്നും ഉറപ്പില്ല, സംശയമാണ്. അങ്ങനത്തെ അവസ്ഥയിൽ ആ വെള്ളത്തിന്റെ അസ്ലിൽ തന്നെ അത് നിലകൊള്ളും. ആ വെള്ളം അതിന്റെ അസ്ലിൽ തന്നെ, അതായത് ത്വഹാറത്തിലായിക്കൊണ്ട് നിലകൊള്ളുന്നതാണ്. ഒരാൾക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ സംശയം തോന്നി, നജിസാണോ എന്ന് ഉറപ്പില്ല, അതല്ല ത്വാഹിറാണെന്നും ഉറപ്പില്ല എങ്കിൽ ആ ശക്ക് കൊണ്ട് അതിന്റെ അസ്ലിൽ നിന്ന് അത് മാറിപ്പോകുന്നതല്ല. അപ്പൊ അതിന്റെ ത്വഹാറത്തിൽ തന്നെയാണ് വെള്ളം ഉണ്ടായിരിക്കുക. അൽ അസ്ലു അന്ന ഹാദൽ മാ ത്വാഹിർ. مثلا عنده دلو من الماء او وعاء فيه ماء. ഉദാഹരണത്തിന് നമ്മുടെ അടുക്ക് ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. വറാ അന്നൽ ഔലാദ യൽഅബൂൻ ഹൗല ദാലിക്കൽ വിആ. ആ പാത്രത്തിന് ചുറ്റും, വെള്ളമുള്ള പാത്രത്തിന് ചുറ്റും കുട്ടികൾ കളിക്കുന്നത് ഒരാൾ കണ്ടു. ഫദഖല ഫീഹി ശക്ക്, അപ്പോൾ ആൾക്ക് എന്തായി, സംശയമായി. കുട്ടികൾ എങ്ങനെയും അതിൽ മൂത്രമൊഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നജിസ് അതിൽ കലർന്നിട്ടുണ്ടോ എന്ന ആൾക്ക് സംശയം തോന്നി. വഹാദാ മുജറദ് ശക്കുൻ ഫഖത്, അത് എന്ത് മാത്രമാണ്, വെറും സംശയം മാത്രമാണ്. ആ ഒരു സംശയത്തിന്റെ പേരിൽ അയാൾക്ക് ആ വെള്ളം കൊണ്ട് അമൽ ചെയ്യാൻ, ആ വെള്ളത്തിന്റെ ഹുക്മിന്റെ കാര്യത്തിൽ അമൽ ചെയ്യാൻ പറ്റൂല. അൽ ജവാബു ലാ യഅമലു ബിഹാദ ശക്ക്, ആ ശക്ക് കൊണ്ട് അയാൾക്ക് അമൽ ചെയ്യാൻ പാടില്ല. വഇന്നമാ യബ്ഖാ അന്നഹു അലാ അസ്ലിഹി, നേരെ മറിച്ച് ആ വെള്ളം അതിന്റെ അസ്ലിൽ തന്നെ ബാക്കിയാകും, അവശേഷിക്കും. വയദുല്ലു ലിഹാദാ ഖൗലുഹു ജല്ല വഅല ഫഇൻ ലം തജിദു മാഅൻ ഫതയമ്മമു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ, നിങ്ങൾ വെള്ളം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ തയമ്മും ചെയ്യുക. ഫഇൻ ലം തജിദു മാഅൻ ഫതയമ്മമു. അപ്പൊ അയാൾക്ക് ആ സംശയത്തിന്റെ പേരിൽ ആ വെള്ളം കൊണ്ട് ആള് wudu എടുക്കാതെ തയമ്മും ചെയ്യാന്നുള്ളത് പാടില്ല. ഫഇദാ ലം യകുൻ ഇൻദഹു ഇല്ലാ ഹാദൽ വിആ മസലൻ, ഇനി അയാളുടെ കയ്യിൽ ആ വെള്ളം മാത്രമേ ഉള്ളൂ, ആ പാത്രത്തിലുള്ള വെള്ളം മാത്രമേ അയാളുടെ അടുക്കലുള്ളൂ. മാ ഇൻദഹു ഇല്ലാ ഹാദൽ വിആ അൽ ഖലീൽ ഫീഹി മിനൽ മാ മാ യക്ഫി ലി വുദൂഇഹി വശക്ക ഫീ, ആൾക്ക് wudu ചെയ്യാൻ വേറെ ഒരു വെള്ളവും ഇല്ല. ആ വെള്ളത്തിന്റെ കാര്യത്തിൽ ആള് സംശയത്തിലുമാണ്, അതിൽ നജിസ് വീണിട്ടുണ്ടോ അതോ ത്വാഹിർ തന്നെയാണോ. فإذا لم يتمكن مثلا أن يتوضأ بذلك الماء سينتقل إلى التيمم. അങ്ങനെ ആള് ആ വെള്ളം കൊണ്ട് wudu ചെയ്യാതെ, ആ സംശയത്തിന്റെ പേരിൽ ആ വെള്ളം ഉപയോഗിക്കാതെ ആള് തയമ്മം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫഹദ ലാ യജൂസു ലഹു, അത് അയാൾക്ക് അനുവദനീയമല്ല. അൻ യൻതഖില ഇല തയമ്മം മഅ വുജൂദിൽ മാ ഹത്താ വലൗ ശക്ക, അവിടെ വെള്ളമുണ്ടായിരിക്കെ ആ സംശയം തോന്നിയതിന്റെ പേരിൽ ആ വെള്ളം ഉപയോഗിക്കാതെ തയമ്മുമിലേക്ക് മാറുക എന്നുള്ളത് ആളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. ലാ യജൂസ്. വെള്ളത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ അസ്ല്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഖ്തഉ അലൽ ഇൻസാൻ ബാബൽ വസ്വസ, മനുഷ്യന് അവന്റെ ഹൃദയത്തിലേക്ക് കയറുന്ന വസ്വാസിന്റെ ബാബിനെ മുറിച്ചു കളയുന്നതാണ് ഈ അടിസ്ഥാനം. വെള്ളത്തെ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനം അത് ത്വഹാറത്താണ്, ത്വഹൂറാണെന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറുന്ന വസ്വാസിനെ മുറിച്ചു കളയുന്നതാണ്. ഇപ്പൊ ചില ആളുകൾ ഹമ്മാമിലേക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം കാണും. ആ ബക്കറ്റിലുള്ള വെള്ളം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നജിസിന്റെ അല്ലെങ്കിൽ ആ വെള്ളത്തിന് നിറത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മണം മാറ്റം സംഭവിച്ചിട്ടുണ്ടാവില്ല, എന്തെങ്കിലും നജിസിന്റെ മണമില്ല.
അപ്പോൾ അതായത് നജിസ് വീണിട്ട് പിന്നെ അതിൻ്റെ കളറ് മാറിയിട്ടില്ല, പക്ഷെ ആളെന്ത് ചെയ്യും, ആ വെള്ളം മൊത്തം കൊണ്ട് ബക്കറ്റിൽ നിന്ന് ഒഴിച്ചു കളയും. അതെന്തല്ല, സഹീഹല്ല, അത് സഹീഹല്ല. ലാബുദ്ദൽ ഇൻസാൻ യുഹാഫിദ് അലൽ മാ വഅലാ നിഅമത്തിൽ മാ. വെള്ളം എന്ന് പറഞ്ഞാൽ നിഅമത്ത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ മേലെ വാജിബാണ്. فمادام أن الماء باق على طهارة وعلى أصل خلقته فيبقى أنه يتوضأ به ويستعمله لقضاء حاجته فإنه أصل باق على أصله. ആ വെള്ളത്തിന് ആ ത്വഹാറത്തിന്റെ അതേ അസ്ലിൽ തന്നെ നിലകൊള്ളുന്നിടത്തോളം, അതിൻ്റെ ആ അസ്ലിൽ തന്നെ നിലകൊള്ളുന്നിടത്തോളം അത് വുളു ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയാക്കാൻ വേണ്ടി അവന് ഉപയോഗിക്കാം. നേരെ മറിച്ച് അവനിൽ ഉണ്ടാകുന്ന ചെറിയ സംശയങ്ങൾ കാരണത്താൽ, ചില ആളുകളുടെ സംശയങ്ങൾ കാരണത്താൽ അവരെന്ത് ചെയ്യും, വെള്ളത്തിന്റെ കാര്യത്തിൽ ഇസ്രാഫ് കാണിക്കും. വെള്ളത്തിന്റെ കാര്യത്തിൽ ഇസ്രാഫ് കാണിക്കും. വുളു ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങേയറ്റം ഇസ്രാഫ് കാണിക്കും. അപ്പോൾ വെള്ളം മുന്നിലുണ്ടെങ്കിലും ആ ബക്കറ്റിലാണ് എന്നുള്ള പേരിൽ അത് ഒഴുക്കിക്കളയും. അതെല്ലാം വെള്ളത്തിൽ കൊണ്ട് ചെയ്യുന്ന ഇസ്രാഫിൽപ്പെട്ടതാണ്, ദുർവ്യയത്തിൽപ്പെട്ടതാണ്. فهذا الأمر نبينا عليه الصلاة والسلام يقطع هذا الباب الذي يعتبر بابا من أبواب دخول الشيطان. ഷൈത്താൻ ഒരുവനിലേക്ക് പ്രവേശിക്കുന്ന ബാബിൽപ്പെട്ടതാണത്, അത്തരത്തിലുള്ള വസ്വാസ്. അപ്പൊ അതിനെയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ മുറിച്ചു കളയുന്നത്. ഫയഖൂലു അലൈഹി സ്വലാത്തു വസ്സലാം അൽമാഉ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ. വെള്ളം എന്നത് തഹൂറാണ്, അതിനെ ഒന്നും തന്നെ നജിസാക്കുകയില്ല. ഇപ്പൊ ചില ഹദീസുകളിൽ, ചില റിവായത്ത്, ചില റിപ്പോർട്ടിൽ സിയാദയായിക്കൊണ്ട്, കൂടുതലായിക്കൊണ്ട് വന്നിട്ടുള്ള ചില ലഫ്ദുകളുണ്ട്. അതായത് അൽമാഉ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈഉൻ ഇല്ലാ അൻ തഗയ്യറ റീഹുഹു ഔ തഅമുഹു ഔ ലൗനുഹു. അതിന്റെ മണമോ രുചിയോ നിറമോ മാറിയാലൊഴിച്ച്, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ വെള്ളം നജിസാണ് എന്ന തരത്തിലുള്ള സിയാദ ചില റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ സിയാദ, ലാക്കിൻ ഹാദി സിയാദ ലം യസ്ബുത്, അത് സ്ഥിരപ്പെട്ടതല്ല. ഇല്ല അൻ തഗയ്യറ റീഹുഹു ഔ തഅമുഹു ഔ ലൗനുഹു എന്നുള്ള സിയാദ അത് സ്ഥിരപ്പെട്ടതല്ല. വൽ ഇജ്മാഉ ഖായിം അലാ ഹാദാ. നേരെ മറിച്ച് ആ കാര്യത്തിൽ എന്താണ്, ഇജ്മാ ഉണ്ട്. അന്നൽ മാഅ ലാ യതനജ്ജസു ഇല്ലാ ഇദാ തഗയ്യറ അഹദു ഔസാഫിഹി സലാസ ബിൻ നജാസ. അതായത് നജിസ് കൊണ്ട് വെള്ളത്തിന്റെ മൂന്നിലേതെങ്കിലും ഒരു വസ്ഫിന് മാറ്റം സംഭവിച്ചാലല്ലാതെ അത് നജിസാകുന്നതല്ല. നജിസ് കൊണ്ട് മാറ്റം സംഭവിക്കണം. നേരെ മറിച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു സോപ്പ് വീണു, അതിന്റെ നിറം പിന്നെ മണം മാറി, അല്ലെങ്കിൽ ഷാമ്പു വീണു, അതിന്റെ മണം മാറി, പക്ഷെ അത് നജിസല്ല, ആ വെള്ളം നജിസല്ല. കാരണം നജിസ് കൊണ്ട് സംഭവിക്കണം. നജിസ് കൊണ്ട് വേണം വെള്ളത്തിന്റെ ഏതെങ്കിലും മൂന്നിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം സംഭവിക്കാൻ. أما إذا تغير بالصابون مثلا أو تغير لون الماء بورود شيء من الشامبو تغير لونه أو ريحه الماء فهذا لا يؤثر. അത് വെള്ളത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നതല്ല, മാറ്റവും ഉണ്ടാക്കുന്നതല്ല. ഷാമ്പു, അതുപോലെ സോപ്പ്, അങ്ങനെ എന്തെങ്കിലും വീണത് കൊണ്ട് അതിൻ്റെ നിറമോ അല്ലെങ്കിൽ മണമോ മാറിയത് കൊണ്ട് അത് വെള്ളത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് തൊഹൂറായിക്കൊണ്ട് തന്നെ നിലകൊള്ളും. ഫൽമാഉ ബാഖിൻ അലാ അസ്ലി, അതിന്റെ അസ്ല് തന്നെ അത് അവശേഷിക്കും. പിന്നമല്ലദി യദുറു ഇദാ തഗയ്യറ ബിവുറൂദിൻ നജാസതി അലൈഹി. നജസ് കൊണ്ട് എന്തെങ്കിലും അതിന് മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ ആ വെള്ളം അതിന്റെ അസ്ലിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. ഫൈദാ വറദത്തിൻ നജാസ അസാബഹു ശൈഉൻ മിനൽ ബൗൽ. ഇനി ഒരു ബക്കറ്റ് വെള്ളം, ആ വെള്ളത്തിലേക്ക് ഒരാൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് മൂത്രം ആ വെള്ളത്തിൽ വീണു, ബക്കറ്റിൽ വീണു. അൽമാഉ ലം യതഗയ്യർ ഫീഹി ശൈഉൻ ലാ അഹദ ഔസാഫി സലാസ. പക്ഷേ ആ മൂത്രം വീണത് കൊണ്ട് വെള്ളത്തിന്റെ മണത്തിനോ രുചിക്കോ നിറത്തിനോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എന്താണ്? വെള്ളം അതിന്റെ അസ്ല് തന്നെ നിലകൊള്ളും. അത് ത്വാഹിറാണ്, തഹൂറാണ്. വെള്ളം തഹൂറാണ്. ഫൽമാഉ ബാഖിൻ അലാ അസ്ലിഹി കമാ ബയ്യനഹു അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൽ ഹദീസിൽ അദീം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ ചെയ്തതുപോലെ അതിന്റെ അസ്ൽ തന്നെ വെള്ളം നിലകൊള്ളും.
طيب نسأل الله جل وعلا يوفقنا لما يحب ويرضى والحمد لله رب العالمين.